ഹലോ ഫസ്റ്റ് യൂസിൽ തന്നെ സ്കിന്നിന് നല്ലൊരു ലൈറ്റനിങ് കിട്ടിയിട്ട് നല്ലൊരു റിസൾട്ട് തന്നെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഈ പാക്ക് എങ്ങനെ തയ്യാറാക്കാമെന്നൊക്കെ നമ്മുടെ രണ്ട് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് ഈ പാക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് മുന്നിൽ ചാനൽ ആദ്യമായിട്ട് കാണുകയെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായ ഒരു ഫേസ് പാക്കാണ് കേട്ടോ ട്രൈ ചെയ്യണത്. വേറെ ഒന്നുമില്ല, നമ്മൾ ചിയാ സീഡ്സ് ആണ്. ഒരു സ്പൂൺ ചിയാ സീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 2 സ്പൂൺ തൈരാണ് ആഡ് ചെയ്യണത്. എപ്പോഴും പാൽ ഉപയോഗിച്ചിട്ടാണ് സോക്ക് ചെയ്യാൻ വെക്കുന്നത്. തൈര് ഉപയോഗിച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ 2 സ്പൂൺ തൈര് ഇട്ട് കൊടുത്തിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യാൻ വെച്ചാൽ 1 സ്പൂൺ മതി. കുറച്ച് നേരം സോക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ വീർത്ത് വന്നോളും. പക്ഷേ എനിക്ക് തിരക്ക് കൂടിയ കാരണം ഞാൻ വേഗം തന്നെ സോക്ക് ചെയ്യാനോടത്തുനിന്ന് മിക്സിയിൽ അടിച്ചെടുത്തു കേട്ടോ. ഒരു അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വെച്ചുള്ളൂ. മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും വെച്ചെങ്കിലാണ് ഇത് വീർത്ത് വരുള്ളൂ. മിക്കവരും പാൽ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത് കണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ തൈരൊന്ന് ഉപയോഗിച്ച് ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ, എങ്ങനെയുണ്ട് റിസൾട്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ മിക്സിയിലൊക്കെ അടിച്ചെടുത്ത് വന്നിട്ട് നമ്മുടെ സ്ലൈം പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. തരിതരികളൊക്കെ ഉണ്ട്, വല്ലാണ്ട് അങ്ങോട്ട് അടിഞ്ഞ് കിട്ടിയിട്ടില്ല. മിക്സിയിൽ അടിച്ച് വന്ന് കഴിഞ്ഞ് തൊട്ട് നോക്കിയപ്പോഴാണ് എനിക്ക് സത്യം മനസ്സിലായത്. കുറച്ച് നേരം കൂടി സോക്ക് ചെയ്യേണ്ടതായിരുന്നു. അത് കാരണം എന്തുകൊണ്ട് വല്ലാണ്ട് അങ്ങോട്ട് എന്താ പറയുക, പേസ്റ്റ് രൂപത്തിൽ അങ്ങോട്ട് ആയിട്ടില്ല, തരിതരികളൊക്കെ ഉണ്ട്. എന്തായാലും ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പാക്ക് ഇടാനായിട്ട്. നമ്മുടെ സാധാരണ ഫേസ് പാക്ക് ഇടുന്ന പോലെ ഫേസിലിങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ ഇതൊക്കെ ഒട്ടിച്ച് വെക്കുന്ന പോലെ ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒട്ടിച്ചെടുത്ത് വന്നത്. ഫേസിൽ ഒട്ടണുണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് നേരം ബുദ്ധിമുട്ടിയിട്ടാണ് ഫേസിൽ എല്ലായിടത്തും ഒട്ടിച്ചെടുത്ത് വന്നത്. കുറച്ചേശ്ശെ ഒട്ടിച്ച് അങ്ങനെ ഫുള്ളാക്കി എടുത്ത് വന്നിട്ടുണ്ട്. ഫേസിലിങ്ങനെ പതുക്കനെ ഒട്ടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കൈ കൊണ്ട് ഒട്ടിച്ചിട്ട് ശരിയാവേണ്ട. ഇപ്പോൾ ഞാൻ ലാസ്റ്റ് 2 കൈ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫൈനലി ഫേസിൽ ഫുൾ ഒട്ടിച്ച് കൊടുത്തിട്ട് ഇനി 1 മണിക്കൂർ വെച്ചതിന് ശേഷം വാഷ് ചെയ്യാം. അപ്പോൾ എന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടിട്ട് ഒട്ടിക്കാനായിട്ട്. ഇനി 1 മണിക്കൂറിന് ശേഷം വാഷ് ചെയ്യുക. അപ്പോൾ 1 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. സ്പൂൺ വെച്ചിട്ട് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. നല്ലൊരു ഗ്ലേസിങ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. മുഖം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാക്ക് എല്ലാതും ഇങ്ങനെ സ്പൂൺ വെച്ചിട്ടും കൈ വെച്ചിട്ടൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് വാഷ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ വാഷ് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുന്ന റിസൾട്ട് വിചാരിക്കുന്നു. നല്ലൊരു ഗ്ലോയിങ് ആണ് കേട്ടോ കിട്ടിയിരിക്കുന്നത്. ഞാനിവിടെ ഒരു ഫിൽറ്ററും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു കിടക്കാച്ചി റിസൾട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ചിയാ സീഡ്സും തൈരും ഉപയോഗിച്ചിട്ടുള്ള പാക്ക് അടിപൊളിയാണ് കേട്ടോ. ഒരു വട്ടെങ്കിലും നിങ്ങൾ തൈരും ചിയാ സീഡ്സും ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പാക്ക് ട്രൈ ചെയ്ത് നോക്കിട്ടോ, നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കുള്ള അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. പോകണം കേട്ടോ. ഓക്കെ.